ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചും കണ്ടൽ കാടുകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയിരിക്കുന്ന ഭാഷ ഏതാണെന്നറിയാമോ? ലാറ്റിൻ ഭാഷയാണ്. അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം ഏതാണ്? തെങ്ങാണ്. അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയത് ആരാണെന്ന് അറിയാമോ? ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചന നടത്തിയത് ആരാണ്? വാൻ റീഡ്. അതുപോലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പുറത്തിറങ്ങിയത് എവിടെയാണ്? ആംസ്റ്റർഡാമിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആദ്യമായിട്ട് പുറത്തിറങ്ങിയത്. മലയാള ലിപി, തെറ്റിപ്പോരുത്, മലയാള ഭാഷയല്ല, മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം, ആൻസർ ഹോർത്തൂസ് മലബാറിക്കസ്. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്കു സഹായിച്ച മലയാളി ആരാണ്? ഇട്ടി അച്യുതനാണ്. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞു ഹോർത്തൂസ് മലബാറിക്കസിലെ ഔഷധസസ്യങ്ങളെ കുറിച്ചും കണ്ടൽക്കാടുകളെ കുറിച്ചും പ്രതിപാദിക്കുന്നു. കേരളത്തിലെ കണ്ടൽ വന ഗവേഷണ കേന്ദ്രം എവിടെയാണ്? 1000 തെങ്ങ്. എവിടെയാണ്? 1000 തെങ്ങ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു തെങ്ങെന്ന് പറഞ്ഞു കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. അതുപോലെ തെങ്ങെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കൽപ്പവൃക്ഷമാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏതാണ്? ഇളനീരാണ്.